പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ,
രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷനുമായി. ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട് ഈശോയെ. ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക ചില കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട് ഈശോയെ. അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ ജീവിതത്തിലെ ചില സമയത്തുണ്ടല്ലോ നോ ഐഡിയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ചോദിച്ചേ, അച്ഛാ ഞാൻ നേഴ്സിങ്ങിന് പോകണോ അതാ CAക്ക് പോകണോ എന്ന് ചോദിച്ചു. രണ്ടിൻ്റെ പരീക്ഷ എഴുതി മടുത്തെന്ന് പറയാം. ഐ നോ ഐഡിയ. അപ്പോൾ അവർക്ക് ഞാനൊരു മെസ്സേജ് എടുത്ത് കൊടുത്ത്. പക്ഷെ മെസ്സേജിൻ്റെ അകത്ത് ബ്ലോക്ക്, ഒരേ പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് കയറി വന്നപ്പോൾ ബ്ലോക്കായി. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഉടമ്പടി ഉഴപ്പിയല്ലേ ചോദിച്ചത്. ഉടമ്പടി ഉഴപ്പി. അപ്പോൾ ചിലർക്കൊക്കെ എന്നാ ധൈര്യമാണെന്ന് അറിയാമല്ലോ. ഉടമ്പടി ഉഴപ്പിട്ട് അടുത്താരെ കയറി വന്നേക്കും അവർ മെസ്സേജും ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ണീരും കരച്ചിലും കണ്ടപ്പോഴാണ് ഞാൻ മെസ്സേജ് എടുത്തത്. പക്ഷേ മെസ്സേജ് ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി ഉഴപ്പാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഉടമ്പടി ഉഴപ്പൊന്നുമില്ല, ഉടമ്പടിയിലല്ല അവർ നേരത്തെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തോ പുതുക്കിയിട്ട് ഇപ്പോൾ കയറിയിരിക്കണമെന്ന് തോന്നുന്നു. ഉടമ്പടിയായിട്ടൊന്നും ചെയ്യരുത് കേട്ടാ. അത് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പുഴം കളിക്കാനുള്ളതല്ലത്. അതെല്ലാം കറക്റ്റ് റീഡിങ്സ് ഉള്ളതാണ്. ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴായിരിക്കും അത് എന്താ സംഭവിച്ചതെന്ന് പറയത്തുള്ളൂ. എന്താ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? ഈ മേരി മേഡൻ്റെ ഭാഗം നമ്മൾ ഇന്നലെ വായിച്ചില്ലേ, അത് ഏറ്റവും ടോപ്പ് സംഭവം. നമ്മൾ അതിൻ്റെ ഒരു മെസ്സേജ് കൂടി അതിൻ്റെ അകത്തുണ്ട് ഇല്ലേ. ഇവർ തോട്ടക്കാരോട് പറയുന്നൊരു വാക്കുണ്ട്, എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ലെന്ന്. എൻ്റെ കർത്താവിന് അവരെടുത്തുകൊണ്ട് പോയി എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. യോഹന്നാൻ 20:13 അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ എന്തിനാണ് ചോദിക്കണേ, നീ എന്തിനാണ് കരയണത്? അവൾ പറഞ്ഞു എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ നിങ്ങളോർക്ക് ഇങ്ങനെ മാലാഖ ചിറകും വെച്ച് അവിടെ ഇരിക്കണമെന്ന് അങ്ങനൊന്നും അല്ല. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടില്ലേ. അപ്പോൾ ഈ മേഖല എന്ന് പറയുന്നത് ഭയങ്കര വിചിത്രമായൊരു മേഖലയാണ്. നമുക്ക് ഈ മേഖലയെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്കറിയാവുന്ന പൊട്ടത്തരങ്ങൾ വലിയ ആഘോഷമായിട്ട് യുക്തിവാദം പോലെ പറയണതേ ഉള്ളൂ. ഒരു കഥയില്ല. അതായത് ഈ സംഭവങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ആ സമയത്ത് വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം അവളുടെ കമ്മ്യൂണിക്കേഷൻ, എന്തുമാത്രം ആൾക്കാർ ദൈവത്തോട് സംസാരിക്കണം. ഒന്നെങ്കിൽ യോഹന്നാൻ ഇവളുടെ ഈ ദൈവത്തിലുള്ള അന്തർഗതങ്ങളെ ഫിഗറൈസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഈ സംഭവം കറക്റ്റായിട്ട് ആക്ച്വലായിട്ട് ഇവിടെ കണ്ടിട്ട് വിഷയമാണ്. ഇവിടെ ഈ ഉടമ്പടിയിലൂടെ എന്തുമാത്രം മനുഷ്യരാണ് അമ്മ മാതാവ് സംസാരിക്കുകയും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യണത്. അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ, ദൈവസംഘത്തിൻ്റെ ഒരു ലെവൽ കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കബിളാണ് തിന്നേൽ ഇവൾ പിന്തിരിഞ്ഞ് പോകത്തില്ല എന്നൊക്കെ ദൈവത്തിനൊരു സെക്യൂരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിന് ഒന്നും ഒരു കാര്യമില്ല, ഒരു തടസ്സമില്ല. ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞത്? ഇവള് പറയണത് എനിക്കൊരു ഐഡിയ ഇല്ലെന്നാ പറയണത്. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഇത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മ പറയണതേ നോ ഐഡിയ. നോ ഐഡിയ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. നോ ഐഡിയ. എന്ത് ചെയ്യണം? ആദ്യം കല്യാണം കഴിച്ചിട്ട് കാനഡയിൽ പോണ, കാനഡയിൽ ചെന്ന് കല്യാണം കഴിക്കണ, അത് ഇവിടുന്ന് കല്യാണം കഴിക്കണം, അവിടുന്ന് കല്യാണം കഴിക്കണ,
ആ കൊച്ചിന് കനേഡിയൻ പൗരത്വം വേണം, ഇന്ത്യൻ പൗരത്വം വേണം. അത് നമ്മൾ കനേഡയിലൂടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ അവിടെ സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, വേറെ എവിടെയും ന്യൂസിലൻഡിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡിയ. അപ്പോൾ അവൾക്ക് ധൈര്യമായിട്ടുള്ള മാത്രമല്ല, നമ്മൾക്കും എന്ത് കച്ചവടം ചെയ്യണം, അത് ചെയ്താൽ വിജയിക്കുമോ, നഷ്ടം വരുമോ, ഇയാളുമായിട്ട് നമുക്ക് കച്ചവടം ചെയ്യണോ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഐഡിയ ഇല്ലുമ്പോൾ എന്താ പറയുക? ഐഡിയ ഇല്ലെങ്കിൽ, ഒരു ഐഡിയ എന്ന ജീവിതത്തിലേക്കുള്ള ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാമോ? അടുത്തൊരു സ്റ്റെപ്പ് മേരി മാഗ്ദലിൻ പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. മാഗ്ദലിൻ പ്രൊവിഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി എവിടെയാണോ വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെന്താ പറയണത്? എവിടെയാണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാം. അതാണ് സംഭവം. ഹെവി ഡ്യൂട്ടി, ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുക്കണം അവൾ. ഇവൾ സിംഗിൾ പേഴ്സണായിട്ട് ചെന്നിട്ട് കർത്താവിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നുള്ളതെന്നാണ് പറയണത്. അതിന് ദുർഗന്ധം ഉണ്ടാകും, ചേർത്തതായിരിക്കും, എടുത്ത പൊങ്ങത്തില്ല, അതൊന്നും അല്ല പ്രശ്നം. അവളുടെ ഇച്ഛാശക്തിയാണ്. അത് എടുക്കാനുള്ളൊരു മാനസിക താല്പര്യം കാണിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ വിളിക്കും, മറിയാം. ഞെട്ടിപ്പോ അവൾ റബ്ബൂനി എന്ന് വിളിക്കും. കാര്യം എന്താണ്? ഈ മറിയോ എന്നുള്ള വിളി എങ്ങനെ വന്നാണെന്നറിയാവോ? എങ്ങനെ വന്നാണ്? ഈ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നിൻ്റെ ജീവിതം അങ്ങനെയാണ്. നിനക്ക് വഴിമുട്ടിപ്പോയ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഒരു ഹെവി ഡ്യൂട്ടി എങ്ങോട്ട് എടുത്തേക്കണം കർത്താവിന് വേണ്ടി. എൻ്റെ പൊന്നുമോളെ, കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വഴി പറഞ്ഞു തരും. അതാണ് ബൈബിള്. യോഹന്നാൻ 20:15. 20:15. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ അടുത്ത വരി എന്താ? യേശു അവളെ വിളിച്ചു. എല്ലാം മാറിയേ. ഇനി പറയാൻ ഈശോ അവളെ അനുവദിക്കത്തില്ല. യേശു അവളെ വാ പൊത്തണ പോലെ വിളിച്ചു, മറിയാം. വീഡിയൊരു വല്ലാത്ത വീഡിയോയിപ്പോയി, മറിയാം. നമ്മൾ പറഞ്ഞത് ഈ നാടകക്കാർ വിളിക്കുന്ന പോലെയല്ല, അത് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, മറിയാം റബ്ബൂനി എന്ന് വിളിക്കും. അത് എന്നാ രസമാണെന്ന് ആ ഭാഗം എന്ന് വെച്ചത്. അതായത് അവർക്ക് എന്താ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ കന്യാസം കണ്ടില്ലേ, 2 തിമോത്തി 1:8, നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്. അവർക്ക് ലജ്ജയില്ലാതെ ഈ ബോഡി എടുത്തുകൊണ്ട് പോകാമെന്ന് അവൾ പറഞ്ഞില്ലേ. അതാണ് ദൈവം മറുപടി തന്നത്. വായിച്ചത് 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഇന്നേ ദിവസം എന്നെ സന്നിധിയിൽ നിർത്തിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സാനി ജോർജ്. ഞാൻ എടത്തുവയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ 2024 മെയ്യിൽ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ സാക്ഷ്യം, ഞാൻ അയർലൻഡിലാണ് ജീവിക്കുന്നത്. അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് ഒരു അതികഠിനമായ നടുവേദന ഉണ്ടാകുകയും, നിങ്ങൾക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലെ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പുവറാണ്. നമുക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നാലും അവരൊരു പെയിൻ കില്ലർ തന്ന് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം നമ്മുടെ ഫിസീഷ്യനെ കണ്ടു. അവർ കുറച്ച് മരുന്ന് തന്നു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി 18 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ. പക്ഷേ അവരൊരു എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, വീണ്ടും മരുന്ന് തന്നിട്ട് പറഞ്ഞു പൊക്കോളൂ, ഇനി എന്തെങ്കിലും കൂടുവാണെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. എനിക്കൊരു ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റും തന്നു. അങ്ങനെ എൻ്റെ സിംറ്റംസൊക്കെ കൂടുന്ന കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായത് സാധാരണ നടുവേദനയല്ല. ഞാനും ഒരു മെഡിക്കൽ പ്രൊഫഷണലാണ്, ഞാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ത് രോഗമായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ MRI ഞങ്ങൾ പ്രൈവറ്റായിട്ട് ചെയ്തു. MRI റിസൾട്ട് വരാൻ അനദർ 2 വീക്സ് എടുക്കും. പക്ഷേ അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റ് ഡേറ്റാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ MRIയുടെ ഇമേജസ് വരാൻ തുടങ്ങി. ഞാൻ ആ ഫിസിയോ അപ്പോയിൻമെൻറ്റ് പോയപ്പം ഞാൻ കണ്ട ഫിസിയോ എൻ്റെ ഹോസ്പിറ്റലിൽ പ്ലേസ്മെൻറ്റ് ചെയ്ത ഒരു ഫിസിയോ ആയിരുന്നു. പുള്ളി എന്നോട് എൻ്റെ സിംറ്റംസൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇന്ന അസുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ ഒന്ന് ഞെട്ടി. കാരണം അതൊരു വളരെ റെയറായിട്ടുള്ള അസുഖമാണ്. അങ്ങനെ പുള്ളി കൂടുതലായിട്ട് അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതൊരു
സ്പൈനൽ കോഡ് കംപ്രഷൻ അതിൻ്റെ ഡിസീസാണ്. അതിൻ്റെ പേര് കോഡ ഇക്വൈന സിൻഡ്രോം എന്നാണ്. അത് വളരെ റെയറായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ മെഡിക്കൽ എമർജൻസി. ഇങ്ങനെ ആരെങ്കിലും അത് ഡയഗ്നോസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പം അവർ പറഞ്ഞു, നിൻ്റെ MRIയുടെ റിസൾട്ട് ഞങ്ങൾക്കും കാണാൻ പറ്റി, ഇത് തന്നെയാണ് അസുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡ് ഒരു ലെവലിൽ കംപ്രസ്സായി പോയിട്ട് അതിന് താഴോട്ടുള്ള നെർവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നു പോവുകയും അതിന് താഴെയുള്ള ഭാഗം പാരലൈസ്ഡ് ആയി പോവുകയും ചെയ്യുന്നൊരു അസുഖമാണ്. അപ്പോൾ എൻ്റെ കംപ്രഷൻ ലെവൽ അനുസരിച്ചിട്ട് എൻ്റെ ബ്ലാഡർ, ബൗവൽ, എൻ്റെ കാലുകൾ തളർന്നു പോകാനുള്ള അതാണ് അത് അസുഖം. അപ്പോൾ എനിക്ക് കാലിന് ചെറിയ വീക്ക്നെസ് തുടങ്ങി, കാലിൽ തരിപ്പ്, പിൻസാ നീഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ബ്ലാഡറിന്, യൂറിനറി ബ്ലാഡറിനും ചെറിയ സിംറ്റംസൊക്കെ ആയി. അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ സ്പൈനൽ സർജൻ വേണം സർജറി ചെയ്യാൻ. കാരണം സ്പൈനൽ സർജൻ എപ്പോഴും ഹോസ്പിറ്റലിൽ ഡബ്ലിനിലാകെ 3 സ്പൈനൽ സർജൻസേ ഉള്ളൂ. അവരന്വേഷിച്ചപ്പോൾ അവിടെ കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ അന്വേഷിച്ചപ്പോൾ ദൈവഭാഗ്യം കൊണ്ട് മാതാവ് അവിടെ സ്പൈനൽ സർജൻ പ്രസൻ്റ് ആയിരുന്നു. പുള്ളി അന്ന് ജോലിക്ക് വരേണ്ട ആളല്ല. പുള്ളിയെയും അന്നത്തെ ദിവസം പുള്ളി ജോലിക്ക് ആരുടെയോ ഡ്യൂട്ടി സ്വാപ്പ് ചെയ്ത് അവിടെ എത്തിയതാണ്. പിറ്റേ ദിവസം മുതൽ പുള്ളി 2 ആഴ്ചത്തേക്ക് ലീവുമാണ്. അങ്ങനെ ഡോക്ടർ എന്നെ വന്ന് കണ്ട് പുള്ളി എന്നെ അന്ന് തന്നെ സർജറി ചെയ്തു. പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി കംപ്രസ്ഡായ നെർവ്സ് വന്ന സിംറ്റംസ് ഒന്നും തിരിച്ചു വരത്തില്ല. അതിൻ്റെ പ്രോഗ്നോസിസാണ്, അതിൻ്റെ ഡിസീസ് പ്രോഗ്രഷനാണ് കുറയ്ക്കാൻ വേണ്ടിയാണ് സർജറി. ഓൾറെഡി എനിക്ക് തോന്നിയ യൂറിനറി ബ്ലാഡർ സിംറ്റംസോ എൻ്റെ കാലിലെ മരവിപ്പോ പിൻസാ നീഡിൽസോ ലെഫ്റ്റ് കാലിൻ്റെ വീക്ക്നെസ്സോ ഒന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല. ചിലപ്പം വരാമായിരിക്കാം, ചിലപ്പോൾ മോശമാകാമായിരിക്കാം. എന്തുകൊണ്ടാണ് സർജറിയുടെ സൈഡ് എഫക്റ്റായിട്ട് അവർ പറഞ്ഞത്? എനിവേ എനിക്ക് എല്ലാ സിംറ്റംസും കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സർജറി ചെയ്തുകൊണ്ട് ഇനി പ്രോഗ്രസ് ഒരുപാട് വേഴ്സ് ആകത്തില്ലെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ഞാൻ 6 മുതൽ 8 ആഴ്ച വരെ ബെഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എണീറ്റ് നടന്ന് തുടങ്ങിയപ്പം ബോഡിയൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ്സും. ഞാനൊരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ ജോലി ഹെവി ആയിട്ടുള്ള ജോലിയാണ്. ഞാൻ ന്യൂറോ റീഹാബിലിറ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല സ്ട്രെങ്ത് ഇല്ല, എനിക്ക് ഒരിക്കലും ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 6 മാസം എനിക്ക് ലീവ് തന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എണ്ണീറ്റൊക്കെ ഇരിക്കുമ്പോഴും 15 മിനിറ്റുള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ബട്ടക്സൊക്കെ മരവിച്ച് വരികയും പെട്ടെന്ന് എണ്ണീറ്റ് നടക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരികയായിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് അറൗണ്ട് ടോട്ടൽ 13 to 14 hours ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയും നേരം ഇരുന്ന് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇച്ചിരിയൊക്കെ ബെറ്റർ ആയപ്പോൾ ഞാൻ പയ്യെ നാട്ടിൽ വന്ന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കൂടി അച്ഛൻ സൈത്ത് പുരട്ടി എൻ്റെ കയ്യിൽ പുരട്ടി തന്നത് നടുവിന് തേച്ച് പ്രാർത്ഥിച്ചു. അന്ന് ആ നിമിഷം എൻ്റെ നടുവിൽ നിന്ന് എന്തോ ഒരു വെയിറ്റ് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ബലം കിട്ടിയ പോലെ. കാരണം നമ്മൾ 8 ആഴ്ചയൊക്കെ ബെഡിൽ കിടന്നിട്ട് എണ്ണീറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ശക്തി ഇല്ലാത്ത പോലെ തോന്നുന്നു. ആ ഒരു എന്തോ ഒരു വെയിറ്റ് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസും ഒക്കെ കിട്ടി. ഞാൻ തിരിച്ച് അയർലൻഡിലെത്തിയെങ്കിലും എനിക്ക് അപ്പോഴും ലീവ് തന്നവർ. പിന്നെ എനിക്ക് എൻ്റെതായ ജോലി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാതാവിൻ്റെയും യേശുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് അവിടെ ലൈറ്റ് വർക്ക് ഉള്ള വാർഡിലേക്ക് അവർ മാറ്റി തന്നു. എന്നാലും എനിക്കൊരു പേഷ്യൻറ്റിനെ പിടിക്കാനോ ഒരു ചെറിയ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം എന്തും വേണ്ടി ആരോഗ്യം വേണമെന്ന്. ഒരാളെ എണ്ണീപ്പിക്കാനും അതിന് ഹെൽപ്പ് ചെയ്യാനും അല്ലെ ഒരു വെയിറ്റ് എടുത്ത് കൊടുത്താൽ എപ്പോഴും കുനിയണം, നിവരണം, എനിക്കിതൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇന്നും എനിക്കൊരു ആ ലൈറ്റ് ഡ്യൂട്ടിയിൽ തന്നെ ജോലി ചെയ്യാനും ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാനും എനിക്ക് സാധിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവിടെ എനിക്കൊരു ചെറിയ പ്രൊമോഷനും ഒരു ടെമ്പററി ലെവലിലാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇനിയുള്ള കാര്യങ്ങളും മാതാവ് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാനും എൻ്റെ മക്കളും കൂടി ഒരു പ്രാവശ്യം നാട്ടിൽ വന്ന് 2024 ഞാൻ ഈ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതിന് പോയതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര മഴയാണ്. ഓട്ടോ പോകുന്നു, ഒരു ഹില്ലായിട്ടുള്ള ഏരിയ കയറ്റത്തിലോട്ട് പോവുകയാണ്. കയറിയപ്പോഴേ തോന്നി ഓട്ടോയ്ക്ക് എന്തോ ബാലൻസ് ഇഷ്യൂ. ഡ്രൈവ് ചെയ്യുന്ന ചേട്ടനുണ്ടെന്ന് ചേട്ടൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഓക്കെ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓട്ടോ ബാലൻസ് തെറ്റി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയി. അതൊരു നാഷണൽ ഹൈവേ ആണ്. കണ്ണ് തുറന്നോ അടഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മാതാവേന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഓട്ടോയെ ആരോ പൊക്കിയെടുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുന്ന പോലെയാണ് തോന്നിയത്. ഞങ്ങളുടെ എതിർ ദിശയിൽ നിന്ന് 2 വലിയ ലോറികൾ പാഞ്ഞു വരികയായിരുന്നു. ഞങ്ങളെ ഓട്ടോയുടെ സ്പീഡും ആ കയറ്റത്തിൻ്റെ റോഡിൻ്റെ രീതിയും അനുസരിച്ച് ഞങ്ങൾ 4 പേരും, ഞങ്ങൾ 3, ഞാനും 2 മക്കളും ഓട്ടോ ഓടിച്ച ആളും അവിടെ തന്നെ മരിക്കേണ്ടതായിരുന്നു. ആരോ ഓട്ടോ പൊക്കി വെക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഏക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു.
എൻ്റെ കയ്യിൽ, എൻ്റെ ബാഗിൽ എപ്പോഴും മാതാവിൻ്റെ തൈലവും കാശുരൂപവും ഉപ്പും എപ്പോഴും ഞാനത് കൊണ്ട് നടക്കും. ഈവൻ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലും എപ്പോഴും കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. രാവിലെ എന്നും എടുത്ത് തൈലം തൂത്തിട്ടാണ് വീടിന് പുറത്തിറങ്ങാറുള്ളത്. അതാണ് എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമതായിട്ട് ഞങ്ങളുടെ വണ്ടി മോഷണം പോയി അയർലൻഡിൽ വെച്ച്. അത് വണ്ടി മോഷണം പോയാൽ സാധാരണ കാർ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ വണ്ടി മോഷണം പോയപ്പം വണ്ടിയുടെ കീയും കൂടെ പോയി. വണ്ടിയുടെ കീ പോയ ഇൻഷുറൻസ് കമ്പനി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അവർ പറയും നമ്മുടെ ഫോൾട്ടാണ്, നമ്മൾ കീ സൂക്ഷിച്ചില്ല എന്ന് പറയും. വണ്ടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, വളരെ വിലപ്പെട്ട സാധനങ്ങൾ, 2 മൊബൈൽ, ലാപ്ടോപ്പ്, പാസ്പോർട്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായി. ഈ വണ്ടി മോഷണം പോയി. നല്ല വിലയുള്ള വണ്ടിയാണ്, 10-20 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. പോയിന്ന് മനസ്സിലാക്കി. അപ്പം എൻ്റെ ഫോണും വണ്ടിയിലുള്ള ഫോണും തമ്മിൽ ലിങ്ക്ഡാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പം ഈ ഫോണിൻ്റെ ഡയറക്ഷൻ, ഫോൺ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. പോലീസിനെ അറിയിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി മോഷ്ടിക്കുന്ന ഒരു ക്രിമിനൽസാണ്, അവർ എന്തെങ്കിലും ക്രൈമിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു സീനിലോട്ട് നമ്മൾ പോകത്തില്ല, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ ലൈഫിനും ത്രെട്ടാണ്, ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർബന്ധിച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ വണ്ടി മൊബൈൽ ഒരേ ലൊക്കേഷനാണ് കാണിക്കുന്നത് 10-20 മിനിറ്റായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് അവിടെ ഉപേക്ഷിക്കപ്പെട്ടെന്നോ. അപ്പോൾ വണ്ടി ഒന്നീ മൊബൈലിൽ കാണും, അല്ലെ മൊബൈൽ അവർ വലിച്ചെറിഞ്ഞു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ പോലീസുമായിട്ട് അവിടെ ചെന്നു. നമുക്കങ്ങനെ മൊബൈൽ റിക്കവർ ചെയ്തു, വണ്ടി കിട്ടിയില്ല. അങ്ങനെ മൊബൈൽ കിട്ടിയ അനുസരിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഇമെയിൽസും ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ഉള്ള ഒരു മൊബൈലായിരുന്നത്. അതെല്ലാം ഫ്രീസ് ചെയ്യാനും മൊബൈലിൽ കൂടി വണ്ടിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷേ അവിടുത്തെ പോലീസ് പിന്നെയും പറയാണ് ക്രൈം ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാനാണ് അവർ മോഷ്ടിക്കുന്നത്, ഞങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നാലും ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു. 2 ദിവസം പറഞ്ഞു, രക്ഷയില്ല, പോയി, ഞങ്ങൾ വിട്ടു. പിന്നെ കാണിക്കുന്ന ലൊക്കേഷൻ സ്വീഡനിലാണ്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അയർലൻഡും കഴിഞ്ഞ് സ്വീഡനിലെത്തിയ വണ്ടി കിട്ടത്തില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ്. അന്ന് മാതാവിൻ്റെ ധ്യാനം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ 2ാമത്തെ കീ ഉണ്ട്, അതിൽ ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി 2:30 ആയപ്പം ഞങ്ങൾക്കൊരു കോൾ വന്നു, നിങ്ങളുടെ വണ്ടി ഇന്ന സ്ഥലത്ത് കിട്ടി, പക്ഷേ വണ്ടിയിൽ കീ ഇല്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിരിക്കുന്ന സെക്കൻഡ് കീ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇത് വിളിച്ചത് പോലീസുകാരനാണോ കള്ളനാണോ സെക്കൻഡ് കീ കിട്ടാനാണോ നമുക്കൊന്നും അറിയത്തില്ല. രാത്രിയിൽ നമ്മൾ എണ്ണീറ്റ് ഈ കേസ് രജിസ്റ്ററായ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വണ്ടി കിട്ടിയതായിട്ട് അറിവൊന്നുമില്ല. എന്നിട്ട് പിന്നെ വിളിച്ച ഒരു പോലീസുകാരൻ്റെ പേരൊക്കെ ചോദിച്ചിരുന്നത് കൊണ്ട് നമ്മൾ മറ്റേ അയാളുമായിട്ട് ബന്ധമുള്ള സ്റ്റേഷനിൽ വിളിച്ചപ്പം പറഞ്ഞു അങ്ങനെ ഒരു പോലീസുകാരൻ ഇവിടെ ഉണ്ട്, അവൻ ഡ്യൂട്ടിയിലും ഉണ്ട്, അപ്പോൾ സത്യമായിരിക്കും, അങ്ങനെ അയാൾ വരികയാണെങ്കിൽ കീ കൊടുത്തേക്കാൻ പറഞ്ഞു. രാത്രി 3 മണിയായപ്പോൾ വീട്ടിലെത്തി. പോലീസിൻ്റെ വേഷം ധരിച്ച ഒരാൾ. അപ്പം കണ്ട ഒരു വളരെ ചെറുപ്പക്കാരൻ, 21 വയസ്സ്. നമ്മൾ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് ഇയാൾ പോലീസുകാരനായോ അതോ അല്ല കള്ളനാണോ എന്നുള്ള മനസ്സിലുണ്ട്. എന്നാലും അവർ ഇൻഫോം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആ കീയും കൊടുത്ത് പിറ്റേ ദിവസം മനസ്സിലായത് പോലീസുകാരൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ വണ്ടി കിട്ടി. വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ വണ്ടി കിട്ടാൻ ദൈവം സഹായിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി അത് പേ ചെയ്യത്തില്ല. നമുക്കത് ദൈവം കൊണ്ടു തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളുടെ വണ്ടിയിലും മാതാവിൻ്റെ കാശുരൂപമുണ്ട്. 3ാമത്തെ ദിവസം തന്നെ വണ്ടി കിട്ടാൻ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് ഇംഗ്ലീഷും മലയാളം പത്രങ്ങളും കൊടുക്കാറുണ്ട്. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടും, എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കൂടും. ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ചത്തെ ധ്യാനവും വളരെ അധികം ആളുകൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. നമ്മൾ ഒരുപാട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും നമുക്കൊരു പണിയില്ല. അങ്ങനെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. അത് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ബൈബിൾ ഭാഗത്തിലെ ഒരു വചനം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, അതെൻ്റെ സ്റ്റാറ്റസ് ആക്കിയിടും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് നമ്മുടെ അടുത്തും ദൂരെയായിട്ട് അനാഥാലയങ്ങൾ, അങ്ങനെ കുട്ടികളുടെ വയ്യാത്ത കുട്ടികളുടെ അവിടെയെല്ലാം മാസം തോറും കൊടുക്കുകയും പൈസ കൊടുക്കുകയും ഫുഡിനുള്ള പൈസയും തുണി വാങ്ങിച്ചു കൊടുക്കുകയും പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേർക്ക് പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ജോലി ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻറ്റിനും ദൈവത്തിൻ്റെ അരൂപിയിൽ അവരെ നിറയ്ക്കണമെന്നും അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നും അവർക്ക് മനസ്സിന് സന്തോഷം കൊടുക്കണമെന്നും വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പേഷ്യൻ്റെയും കാണുന്നത്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കുടുംബ പ്രാർത്ഥന, ജപമാല ഇതെല്ലാം ചെയ്യാറുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളൂ. കാരണം അയർലൻഡിൽ എനിക്ക് ജോലിയും അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിയിൽ പോകാൻ പാടാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ ചെയ്യാറുണ്ട്. എല്ലാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. നന്ദി യേശു, നന്ദി മാതാവേ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52
9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് എന്നും സ്തുതിക്കുവാനും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ഉടമ്പടി. ഉടമ്പടിയിൽ നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തിലൂടെയാണ് നാം പങ്കുവെക്കുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു വലിയ അവസരമാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് സാനി ജോർജ് എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ടറിഞ്ഞ നാൾ മുതൽ അമ്മയോടൊപ്പമുള്ള ഒരു ജീവിതമാണ് ഇത്. 2ാമത്തെ സാക്ഷ്യമാണ്. അയർലൻഡിൽ തെറപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ അസഹനീയമായ നടുവേദന കാരണം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആ സമയങ്ങളിൽ നടുവേദന കാരണം വളരെ പ്രയാസപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് പിന്നീട് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെയാണ് ഈ മകൾ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് മനസ്സിലായത് ഈ രോഗത്തെപ്പറ്റി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നത് മനസ്സിലാക്കാൻ സാധിച്ചത്. കോഡ എൻകേന സിൻഡ്രം എന്ന ഈ അസുഖത്തിന് വളരെ ഏറെ സൈഡ് എഫക്ട്സ് ആണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സ്പൈനൽ സർജനെ കാണുകയും സർജറി ഫിക്സ് ചെയ്തതിന് ശേഷവും അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒക്കെ വളരെ സമയമെടുക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേങ്കിൽ അതൊന്നും കൂടാതെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് മാത്രമാണ്. കാരണം എല്ലാ കാര്യവും ഈശോയും അമ്മയും ഇടപെടുകയാണ്. ഒരു ഡോക്ടറെ പോലെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. അവിടെയും ഈശോയും അമ്മയും തന്നെ അറേഞ്ച് കൊടുത്ത ഒരു ഡോക്ടറാണ്. ഡ്യൂട്ടിയിലില്ലാത്ത ഒരു ഡോക്ടർ അവിടെ വരികയും വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എമർജൻസിയിൽ തന്നെ ഈ സഹോദരിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ചെയ്തത്. അവിടെ ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യവും ഇടപെടലുമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറിനെ കാണാം. ഒത്തിരി കോംപ്ലിക്കേഷൻസൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ ഈ പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാൻ സാധിക്കുകയും അവിടെ ആ ജോലി ചെയ്തതിലേയും ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെയുള്ളപ്പോഴാണ് അവിടെ നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാനേ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനും എന്തിനു പോയാലും എവിടെ പോയാലും അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാത്ര ചെയ്യുമ്പോഴും ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണിച്ചാൽ യാത്ര പുറപ്പെടുമ്പോഴൊക്കെ എത്ര പ്രയാസപ്പെട്ട പ്രതിസന്ധി ചെല്ലുമ്പോഴും അമ്മയുടെ സംരക്ഷണം കാണും. അമ്മയുടെ ഈശോയുടെ സംരക്ഷണത്തിൽ കൂടിയാണ് ഈ മകൾക്കും ഓട്ടോ തെറിച്ച് പോയി ഹൈവേയിൽ പോയപ്പോഴും നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് അയർലൻഡിലൊക്കെ നമുക്ക് നാട്ടിൽ വന്നപ്പോൾ നാഷണൽ ഹൈവേയിൽ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് വരുന്നത്. അവിടെയും ഈശോയുടെ അമ്മയുടെ സംരക്ഷണമാണ്. ഈ മകൾ പറഞ്ഞത് എൻ്റെ ബാഗിനകത്ത് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് പോയതിൻ്റെ ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ഈ മക്കൾക്ക് കിട്ടുവാൻ സാധിച്ചത്. പിന്നീട് വാഹനം മോഷണം പോയപ്പോഴും ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം അയർലൻഡിൽ വെച്ച് പോയി. പിന്നീട് വണ്ടി ട്രേസ് ചെയ്യുന്നത് സ്വീഡനിലാണ്. അവിടെ യാതൊരു രീതിയിലും വാഹനം തിരിച്ചു കിട്ടാനുള്ള ഒരു വഴിയും കാണാൻ സാധിക്കുന്നില്ലാത്ത രീതിയിലാണ് ആ വാഹനം പോയത്. അവിടെയും ഈശോയുടെ അമ്മയുടെ ഇടപെടലിൽ കൂടെ തന്നെയാണ് ആ വാഹനം തിരിച്ചു കിട്ടുന്നത്. 2ാമത്തെ കീല് അത് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാന സമയത്ത് ഈ മകൾ കയ്യിലുണ്ടായിരുന്ന ആ 2ാം കീ വെച്ച് താക്കോല് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് വാഹനം തിരിച്ചു കിട്ടണേ എന്ന്. അന്ന് തന്നെ ആ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഫോൺ വരുന്നത്. പോലീസ് ഇൻഫോം ചെയ്യുന്നത് സ്വീഡനിൽ വെച്ച് വാഹനം കണ്ടുപിടിച്ചുവെന്ന്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെയും അമ്മയുടെയും എപ്പോഴും കൂടെയുള്ള ആ കരുതലുള്ള ആ സ്നേഹവും സംരക്ഷണവും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്കും ഈശോയുടെയും അമ്മയുടെയും കൃതജ്ഞതയോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ജീവിതത്തിൽ പ്രത്യാശ വെച്ച് ഉടമ്പടിയിൽ കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് നന്ദി പറയാനുള്ള അവസരം ഒരുക്കി തരുന്നത്. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്ന നല്ല ശ്രേഷ്ഠമാണെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമുക്കും ആ ശ്രേഷ്ഠനാമം പ്രകീർത്തിക്കാനുള്ള കൃപയ്ക്കായി അവസരത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കാതെ സ്തുതിയോടെ എല്ലായ്പ്പോഴും ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും
സാനി ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരി. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 66-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ഏഞ്ചൽ താര എന്നൊരു മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ഏഞ്ചൽ താര ആൻറ്റോ. ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെയിൻറ്റ് ജോസഫ്സ് ഫൊറൈൻ ചർച്ച് കൊടകരയിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും റെഫർ ചെയ്യാറുള്ളൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മകൾക്ക് മരിയൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണീരിൻ്റെ ഒരു വരം കിട്ടി. അതായത് ഉടമ്പടിക്ക് മുമ്പ് നമ്മുടെ വിശുദ്ധ കുർബാനയിലാണെങ്കിലും വചന വായനയിലാണെങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും ഇല്ലാതിരുന്ന മകൾക്ക് മരിയൻ ഉടമ്പടിക്ക് ശേഷം മകൾ പറയുന്നുണ്ട്, വലിയ ആഴ്ചകൾ വന്നപ്പോൾ കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവ ചരിത്രം വായിച്ചു. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നതില്ല. ഞാൻ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ഭാഗം വന്നപ്പോൾ ഞാൻ ഈശോയെ എന്ന് പറഞ്ഞ അങ്ങോട്ട് കരയാണ്. അതായത് ഞാൻ എൻ്റെ മുന്നിൽ ഈശോ നിന്ന് കരയുന്നതായിട്ട്, ഈശോ കുരിശിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഞാൻ നിന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളായിരുന്നു. അത് കണ്ണീരിൻ്റെ വരമാണ്, ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ ഒരു വരമാണത്, കണ്ണീരിൻ്റെ വരം. അതായത് ആരെങ്കിലും വലിയ ദൈവസ്നേഹത്തിൻ്റെ ദൈവാനുഭവങ്ങൾ, നമ്മുടെ ദൈവാനുഭവം ആയിരിക്കത്തില്ല, പക്ഷേ മറ്റുള്ളവർ ദൈവം സന്ധിച്ച ആ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് കണ്ണുനീര് വരും. നിങ്ങളിൽ പലരും കൃപാസനത്തിൽ നടന്നിട്ടുള്ള ഈ മരിയൻ പ്രത്യക്ഷീകരണത്തോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ മരിയൻ ഉടമ്പടിയുടെ വലിയ ദൈവാനുഭവങ്ങൾ കേട്ടുകൊണ്ട് ഒത്തിരി മക്കൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട് കരയുന്ന മക്കളുണ്ടാവും. കാരണം അത്രമാത്രമാണ് 0- നിന്ന് ഉള്ള മക്കളെ ദൈവമാതാവ് യാതൊരു മെറിറ്റ് നോക്കാതെ സന്ധിച്ച് അവരെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തും. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇത് യാദൃശ്ചികമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് ഈ ഒരു മകളുടെ സാക്ഷ്യം ഞാൻ ഈ ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയിൽ എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം, നമ്മുടെ യൂത്തൊക്കെ, നമ്മുടെ ഒരു രാഷ്ട്രത്തിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ യുവജനതയാണ്. അപ്പോൾ ഈ യുവജനത ഒത്തിരിയേറെ മക്കൾ, നല്ല കാലിബറുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മക്കളൊക്കെ ഇന്ന് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് കരിയർ തകർന്നിരിക്കുന്ന മക്കൾ ഇത് ഈ എപ്പിസോഡ് കണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കരിയർ എന്ത് എന്ന് അറിയാതെ ഒന്ന് പകച്ച് നിൽക്കുന്ന മക്കൾ, മുന്നോട്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത മക്കൾ കണ്ടിരിക്കേണ്ട സാക്ഷ്യമാണ് ഏഞ്ചൽ താരയുടെ സാക്ഷ്യം. ഈ സാക്ഷ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് മുഴുവൻ കാണണം. ഈ സാക്ഷ്യം ഈ മകൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്. MSc കെമിസ്ട്രി സ്റ്റുഡൻ്റാണ്. ആ മകളുടെ ഒരു തീസിസ് സബ്മിഷനുമായിട്ട്, അതുമല്ലെങ്കിൽ അവസാനത്തെ സെമ്മിലെ റിക്വയർമെൻറ്റ്സ് തീർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നൊരു സമയത്താണ് ഈ മകളൊരു ദേവാലയത്തിലൂടെ ചെന്ന് കുമ്പസാരിക്കുന്നു. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലിരിക്കുന്ന സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് തന്നെയാണ് ആ മകളെ ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുന്നത്. എന്തിനാണ് കൃപാസനത്തെ പറ്റി ആഴത്തിൽ അറിയാത്ത ഈ ഏഞ്ചൽ താരയെ ദൈവമാതാവ് നേരിട്ട് ഒരു ക്ഷണക്കത്ത് നൽകുന്നത് പോലെയാണ് ഈ കുമ്പസാരിച്ച് പാവങ്ങളൊക്കെ മോചനം കിട്ടി വളരെ വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടിയിട്ട് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലായിരിക്കുമ്പോഴാണ് ഈ മകൾക്ക് ഒരു കോളിംഗ് കിട്ടുന്നത്. ഇത് കൃപാസനം പ്രത്യക്ഷീകരണവുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനത്തിൽ നടന്നിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും ദിവ്യകാരുണ്യ ആരാധന മധ്യയാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ഒരു സാധ്യത, ഇനി നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ നിർബന്ധിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ
വീടിൻ്റെ സമീപത്തും അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അടുത്തൊക്കെ നിത്യാരാധന ചാപ്പലുണ്ടെങ്കിൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ഒരു കൂട്ടുപിടിച്ച് നിങ്ങൾ ദിവികാരുടെ തിരുസന്നിധിയിലായിരുന്നാൽ തീർച്ചയായിട്ടും അമ്മ ബോധോജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ദൈവമാതാവ് ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ ദൈവിക പദ്ധതികൾ, നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെടുത്തി തരും. അത് ദിവികാരുടെ തിരുസന്നിധിയിൽ മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തികളുടെ ആയിരിക്കാം. പക്ഷെ നിങ്ങളത് അതിൻ്റെ ഒരു കൺഫർമേഷൻ എടുക്കണം. വചനത്തിലൂടെയാണെന്നുണ്ടെങ്കിലും മറ്റ് ദൈവിക സന്ദേശങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു തോട്ട് അത് ദൈവികമാണോ എന്ന് പുനഃപരിശോധന ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ മകൾക്ക് ഫസ്റ്റ് തോട്ട് കിട്ടിയത് ഇപ്രകാരമാണ്. എന്താണ്? അതെ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എൻ്റെ വിഷയത്തിനെല്ലാം പരിഹാരമാകും. അങ്ങനെയാണ് ഈ മകള് ഒന്ന് ഉപ്പ് നോക്കാൻ വേണ്ടി ഉടമ്പടിയിലേക്ക് വരുന്നത്. അതങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ മകൾ പറയുന്നുണ്ട് പ്രവാസത്തിലോട് വന്നപ്പോൾ 2 കാര്യങ്ങൾ. ഈ മകൾ വൃത്തിയായിട്ട് ഉടമ്പടി ഒന്നും ചെയ്തില്ല 90 ദിവസം. രണ്ടാമത്തെ കാര്യം, ഈ മകൾ ആദ്യം തന്നെ മനസ്സിലൊരു തോട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുന്നതിന് കുറേ നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മാതാവിനെ നോക്കിയൊരു ഡയലോഗ് അടിച്ചിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ വരില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത്. കാരണം എനിക്കിവിടെ വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭയങ്കര ക്യൂ, ഭയങ്കര തിരക്ക്, അങ്ങനെയായിരുന്നു. പല മക്കളുടെയും ആഴമായിട്ടൊരു അറിവില്ലായ്മയാണ് ആ മകൾക്ക് അങ്ങനെ ഒരു ചിന്ത ആ സമയം തോന്നിപ്പിച്ചത്. ഞാൻ സാക്ഷ്യം പറയില്ല, ഇങ്ങനെയൊക്കെ ഒരു ഉടമ്പടിയിലായോ എന്ന് ചോദിച്ചാൽ ആയി എന്നുള്ളൊരു പേരിന് വേണ്ടി മാത്രമാണ് ഉടമ്പടിയിലേക്ക് വന്നത്. പക്ഷേ ഉടമ്പടി ഈ മകളെ പുതുക്കുന്നതിലൂടെയാണ് മകൾ ആഴമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാനാണ് ഇവിടെ ഉടമ്പടി ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൗണ്ടറിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ ഞാൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ 100 പേര് വന്നാൽ 10 പേർക്കുള്ളൂ ഞാൻ ഉടമ്പടി ഫോം കൊടുക്കുകയുള്ളൂ. കാരണം ഈ 90 പേരും ഉടമ്പടി എടുക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. കാരണം നമുക്കറിയാം, പരമ പരിശുദ്ധനായ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. അത് നമുക്ക് മെറിറ്റില്ലാത്തതുകൊണ്ടാണ് പരിശുദ്ധ അമ്മേനെ ഒരു ജാമ്യക്കാരിയായിട്ട് വെച്ചിരിക്കുന്നത്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ പറയുന്ന പോലെ ചെയ്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്ന് പറയുന്നത് അപ്രതിരോധ്യമായ മധ്യസ്ഥമാണ്. അത് ദൈവത്തിന് എഴുതി തള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മകള് പറയുന്നുണ്ട്, അതായത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണിത്, ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അതായത് മരിയൻ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം അതാണ്. അതായത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മൾ തീരുമാനം എടുക്കണം. ഈ മകള് ഉടമ്പടി പുതുക്കി എന്ന് ആ തീരുമാനം എടുത്തുവോ അന്നു മുതൽ വലിയ ദൈവിക ഇടപെടലുകൾ ഈ മകളുടെ ജീവിതത്തിലുണ്ടായി. അതാണ് ഞാൻ പറയുന്നത്. ഈ സാക്ഷ്യം വിശകലനം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, തകർന്നിരിക്കുന്നവർ കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ 66-ാം എപ്പിസോഡ് കരിയറിൽ മുന്നോട്ട് പോകാൻ പകച്ചു നിൽക്കുന്ന മക്കൾ കാണേണ്ട ഒരു സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ ഈ മകളുടെ ഉള്ളിൽ ദൈവം ഒരു ചിന്ത കൊടുക്കുകയാണ്. അത് ഉടമ്പടിയുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഫീച്ചറാണ്. ദൈവം ഈ വ്യക്തിയോട് 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം പറയും പോലെ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അങ്ങനെ ഈ മകൾക്ക് ആ ദൈവിക ചിന്ത ദൈവപിതാവ് കൊടുക്കുകയാണ്. ഗേറ്റ് ആൻഡ് നെറ്റ് എക്സാം എഴുതണം. അപ്പോൾ ഈ ചിന്ത കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ മകളുടെ പ്ലാൻ എന്ന് പറയുന്നത് MSc കെമിസ്ട്രി കഴിയുമ്പോൾ എനിക്ക് US PhDക്ക് പോകണം, അപ്ലൈ ചെയ്യണം, അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. വിത്തിൻ 1 ഇയർ എനിക്ക് പോകാൻ പറ്റണം. ബിക്കോസ് എനിക്ക് നല്ല ഗ്രേഡ്സും എൻ്റെ അക്കാഡമിക് സ്കോറൊക്കെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഒരു അഹങ്കാരം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള പേപ്പേഴ്സ് ഈ മകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മകൾ അറിയുന്നത് SLC സർട്ടിഫിക്കറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കറിയാം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആധാർ മുതൽ എല്ലാ ഡോക്യുമെൻറ്റ്സും വൺസ് ഇതെല്ലാം സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു നൂലാമാലയിൽ പെട്ടിരിക്കുന്ന സമയത്താണ് ഈ മകൾ അന്വേഷിച്ച് പറഞ്ഞത് മിനിമം 1 ഇയർ എങ്കിലും ഇതെല്ലാം തിരുത്തിയെടുക്കാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ മകൾ ആത്മാർത്ഥമായിട്ട് ഒരു ഉടമ്പടി സാക്ഷ്യ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് താൻ അറിഞ്ഞ ക്രിസ്തുവിനെ കൈമാറാൻ തുടങ്ങിയപ്പോൾ ആ മകളുടെ വിഷയം ദൈവത്തിൻ്റെ വിഷയമായി മാറി. നമ്മളിൽ പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് പറയുന്നത്, മരിയൻ ഉടമ്പടിയിൽ വലിയ നിയോഗങ്ങൾ, താങ്ങാനാവാത്ത നിയോഗങ്ങളൊക്കെ നമ്മൾ ഡംപ് ചെയ്ത് വെക്കും. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്യില്ല.
അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വ്യാപൃതരായ തീർച്ചയായിട്ടും നിങ്ങൾ നിയോഗങ്ങൾ മറന്ന് ദൈവത്തിൻ്റെ വിഷയമാക്കി നിങ്ങൾ എഴുതിയിരിക്കുന്ന ഉടമ്പടി നിയോഗങ്ങളെ മാറ്റാൻ പറ്റും. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ മാനുഷികമായിട്ടുള്ള ആലോചനയ്ക്ക് ചിന്തയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ആരുമല്ലെന്നുള്ളത് നമുക്കറിയാം. അത് ദൈവം നേരിട്ട് ഇടപെട്ടാൽ സമയ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ കഴിയും. അപ്പം അതുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറ്, നിങ്ങൾ മരിയൻ ഉടമ്പടിയിൽ വൺസ് നിയോഗങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ നിയോഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവവേലയ്ക്കായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങണമെന്ന്. ഈ മകള് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഈ മകളുടെ ഉടമ്പടി കത്താൻ തുടങ്ങിയത്. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, അതായത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടും ഈ മകളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. പക്ഷേ ഈ മകൾ മറ്റേ തീരുമാനം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അതായത് ഗേറ്റ് ആൻഡ് നെറ്റ് എക്സാംസ് എഴുതുക എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മകൾ പറയുന്നുണ്ട്, ഒരുപാട് സഹന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അനിയൻ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു വിഷയം വരെ വരുന്നുണ്ട്. അപ്പോഴും ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം എനിക്ക് മനസ്സിലായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ വെല്ലുവിളിക്കാൻ ഞാനില്ല, എനിക്കാവില്ല, അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാടാ, ആ ഈശോനെ വെല്ലുവിളിക്കാനൊന്നും നമ്മളായിട്ടില്ല. പക്ഷേ ഈ മകള് അനിയനോട് ചേർന്ന് ഇതുപോലെ ഒരു തൻ്റേതായൊരു നിലപാട് അറിയിക്കാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഈ മകൾ പറയുന്നുണ്ട്. കാരണം ഈ മകൾക്ക് ശക്തമായ ഭാഷയിൽ അന്ന് പറയാൻ പറ്റിയില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. എന്നാലും ഈ മകള് ഉടമ്പടിയിൽ തന്നെ ദൈവത്തോട് സോറിയൊക്കെ പറഞ്ഞു, അനിയൻ അങ്ങനെ പറഞ്ഞല്ലോ, അത് എൻ്റെയും കൂടി തെറ്റാണ്, ഞാനതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൾ ഉടമ്പടിയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഗേറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. മരിയൻ ഉടമ്പടി ഉപ്പുമായിട്ട് എക്സാമിന് പോയി. ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രയോഗിച്ചുകൊണ്ട് എഴുതാൻ പോയ എക്സാമിന് ഈ മകൾക്ക് ഒരു 200 റാങ്ക് ഈ മകൾക്ക് ദൈവപിതാവ് കൊടുത്തു. അങ്ങനെ ഈ മകൾ ഒരു വാക്ക് ഈ സാക്ഷ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, വാതിലുകൾ മൊത്തം അടഞ്ഞു കിടന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാതിലുകളാണ് ഒറ്റയടിക്ക് തുറന്നു കിട്ടിയത്. ഇനി ഈ മകൾക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു കാലമാണ്. 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി ഓപ്റ്റ് ചെയ്യാം, 2 PhD അഡ്മിഷൻ എടുക്കാം. ഈ മകളുടെ മനസ്സിൽ ദൈവം തോന്നിച്ചത് ആദ്യം ഏതിനാണ് കോൾ ഫോർ വരുന്നത് അതെടുക്കാം. അങ്ങനെ PhDക്ക് ഈ മകള് അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയാണ് മരിയൻ ഉടമ്പടിയുടെ യഥാർത്ഥ ഫീച്ചേഴ്സ് വെളിപ്പെടുന്ന വലിയൊരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ PhD അഡ്മിഷന് വേണ്ടി IIT ബോംബെയിൽ ചെല്ലുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, തലേന്ന് പോലെ ഈ മകൾ സിക്കായിട്ട് സൗണ്ടൊക്കെ അടഞ്ഞുപോയി. അങ്ങനെ ഈ മകൾ അവിടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ എക്സാമിന് അഭിമുഖീകരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ ഈ മകളോട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റിയൊരു ഡെഫിനിഷൻ മാത്രം അറിയാം, അവർ പറഞ്ഞ രീതിയിൽ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എൻ്റെ അടുത്ത് കുറേ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ ബോർഡിനകത്ത് ചോക്കും പിടിച്ച് സ്റ്റക്കായി നിൽക്കാം. ഞാൻ ആ സമയത്ത് കാശുരൂപം പിടിച്ച് ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് ഇവിടുന്ന് നാണം കെട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. അതായത് എന്നെ കളിയാക്കിയിട്ട് ഇവരെന്നെ ഇവിടുന്ന് വിടരുത്. എന്തെങ്കിലും പറഞ്ഞാൽ മതി, സെലക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് വിടണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതവൾക്ക് പറയാൻ മെറിറ്റുണ്ട്. ഇന്ന് അവൾ വൃത്തിയായിട്ട് ഉടമ്പടി ചെയ്യുന്നൊരു മകളാണ്. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, എന്നെ നാണം കെടുത്തരുതെന്ന് പറഞ്ഞു. ആ ഉടമ്പടി കാശുരൂപം ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ മകളെ പറഞ്ഞപ്പോൾ ദൈവം ലൂക്ക 1:35, അതായത് പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നല്ലോ, ലൂക്ക 1:34. അതിൻ്റെ മറുപടി വചനം ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതെ, ആ മകൾ പിടിച്ചിരിക്കുന്ന ആ ചോക്കിലേക്ക് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. എന്താണ് സംഭവിച്ചത്? തുടർന്നുള്ള മിനിറ്റുകളെല്ലാം അത്ഭുതമാണ് നടക്കുന്നത്. ഈ മകൾ അറിയാത്ത കാര്യങ്ങളെല്ലാം ഡയഗ്രമാറ്റിക് ചാർട്ടിലൂടെ ആ ബോർഡിൽ പ്രസൻറ്റ് ചെയ്യും. ഈ മകള് സെലക്ട് ചെയ്യപ്പെടും. ഈ മകൾ പറയുന്നുണ്ട്, ആ പാനലിൽ മാതാവിൻ്റെ ഒരു അടയാളം ഞാൻ ചോദിച്ചിരുന്നു. അവിടെ ഗ്രേ കളർ ഷർട്ട് ഇട്ട ഒരാളുണ്ട്. അയാളുടെ ടീമിലേക്കാണ്, അയാളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അതെ, ദൈവം വൻ കാര്യങ്ങളായിരുന്നു ഈ മകൾക്ക് ഉടമ്പടിയിലൂടെ കരുതി വച്ചിരുന്നത്. ഒന്ന്, ദൈവസ്നേഹത്തോടെ ഉടമ്പടിയിലെ വിഷയങ്ങൾ മാറ്റിവെച്ച്, അതുമല്ലെങ്കിൽ നിയോഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്
ദൈവസ്നേഹ പ്രവൃത്തികൾക്ക് എന്ന് ഈ മകൾ പ്രാധാന്യം കൊടുത്ത് മുന്നേറാൻ തുടങ്ങിയോ അന്നു മുതൽ ഈ മകളുടെ വിഷയങ്ങൾ ദൈവപിതാവ് ഏറ്റെടുക്കുകയായിരുന്നു. അതെ, ഈ മകളുടെ നൊമ്പരങ്ങൾ അത് ദൈവത്തിൻ്റെ നൊമ്പരമായി മാറി. ഇത് ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ മകൾ പറയുന്നുണ്ട്, MSc കെമിസ്ട്രി ഞാൻ ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് IIT പോലുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ, അതായത് ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് MSc കെമിസ്ട്രി ചെയ്യണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ എൻ്റെ ആ ഒരു നൊമ്പരം ദൈവപിതാവ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് PhDക്ക് IIT ബോംബെയിൽ അഡ്മിഷൻ തന്നു. ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരുപാട് മക്കളാണ് ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഉപയോഗിക്കാതെ വിദേശത്തോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവ കൃപയിൽ, അതും അല്ലെങ്കിൽ ആ ഒരു വലിയ ദൈവിക തണലിൽ വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ദൈവിക സന്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവത്തോട് ഒന്ന് ആലോചന ചെയ്യുമ്പോൾ ഈ നാട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കണമെന്ന് മെസ്സേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. അവർ തേടണം. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ IIM ഒക്കെ പഠിച്ച് മാനേജ്മെൻറ്റ് പഠിച്ച കുഞ്ഞുങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 3 lakh മുതലാണ് പെർ മന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ യുവജനത ഇതിനെപ്പറ്റിയൊന്നും അറിവില്ലായ്മ മൂലം ഒരുപാട് മക്കളാണ് ഇല്ലാത്ത കാശ് മുടക്കി അവരുടെ ജീവിതവും ജീവനും ഒക്കെ പണയപ്പെടുത്തി വിദേശങ്ങളിൽ ഒന്നും എത്താതെ ഇങ്ങനെ വലയുന്നത്. അപ്പോൾ ആ മക്കളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യമാണത്. കാരണം നമ്മുടെ നാടുകളിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദൈവഹിതമാണെന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് അങ്ങനെ വെളിപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിദേശ യാത്രയൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഗ്രാബ് ചെയ്യണം. അതെൻ്റെ ഒരു അഡ്വൈസാണ്. അപ്പോൾ ഈ മകളുടെ പ്രത്യേകത അത് തന്നെയാണ്, ഏഞ്ചൽ താരയുടെ. അങ്ങനെ ആ മകളുടെ കരിയർ ദൈവപിതാവ് ഉടമ്പടിയിലൂടെ ഉറപ്പിച്ചു. ആ മകൾ പറയുന്നുണ്ട്, 1 വർഷം മുമ്പ് കണ്ണുനീരോട് കൂടിയിട്ട് ഒരു തകർന്ന അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വന്നിരുന്നതെങ്കിൽ ഇന്ന് എന്നെ ദൈവമാതാവും ദൈവപിതാവും ഒരു കരയിലെത്തിച്ച ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ മൈക്കെടുത്ത് സാക്ഷ്യം പറയുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു, 1/2 മണിക്കൂർ കുറയാത്ത ഒരു സാക്ഷ്യം എനിക്ക് ഈ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ വന്ന് പറയണം. അത് ഇന്ന് എനിക്ക് സാധിച്ചു. അതെ, ഈ ഏഞ്ചൽ താര നമ്മളോടും ഏറെ പ്രത്യേകമായിട്ട് കരിയറിൽ ഇനി എങ്ങോട്ട് എന്ന് പകച്ചു നിൽക്കുന്ന മക്കൾ ഒന്ന് ഏഞ്ചൽ താരയുടെ സാക്ഷ്യം കേൾക്കുന്നത് നല്ലതാണ്. ഈ മകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒത്തിരി കൂടുതലാണ്. ഈ മകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാറ്റം വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്യൂ പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യമാണ് ക്യൂ നിൽക്കുക എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, എപ്പോഴും കയ്യിൽ ഈ ജപമാല ഉണ്ടാവും. ജപമാല കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈശോ എന്നും എപ്പോഴും നന്മ നിറഞ്ഞ മറിയം മാത്രം ചെല്ലും. ജപമാല കയ്യിൽ വെച്ച് ക്യൂവിൽ ഈ നന്മ നിറഞ്ഞവർ, അത് മനസ്സിലല്ല ചുണ്ടനക്കെയാണ് ഞാൻ ചെല്ലുക. അപ്പോൾ ആരും എന്നോട് സംസാരിക്കാനൊന്നും വരില്ല, ഞാൻ എന്തോ ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടുപിടിച്ചു ഞാൻ കൊന്തെത്തിക്കുകയാണെന്നുള്ള കാര്യം. പിന്നീട് അവരും അത് തുടങ്ങി, ക്യൂവിൽ നിൽക്കുമ്പോൾ അവരും എൻ്റെ പോലെ തന്നെ കൊന്തെത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഈ മകള് തന്നെ പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു വചനമുണ്ട്. ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത്, ഈ മകള് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു സമയത്ത് ദൈവപിതാവ് ഈ മകൾക്കൊരു വചനം കൊടുക്കും. 128-ാം സങ്കീർത്തനം. അതെ, ആ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവഭക്തന് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ്. അതെ, കർത്താവിൻ്റെ വചനം കേട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് 128-ാം സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അതെ, അനിയൻ ഇതേപോലെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ഒരു നന്മയില്ലല്ലോ എന്ന് ഈ ചേച്ചിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, അത് തെറ്റാണ് അങ്ങനെ പറയുന്നത്. അതെ, ഈ മകൾ ദൈവത്തെ ഭയപ്പെടുന്നു. ഗേറ്റ് എക്സാമിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ടിട്ടേ എക്സാമിന് കയറുകയുള്ളൂ എന്ന് ഈ മകൾ പറയുമ്പോൾ
അനിയൻ പറയുന്നുണ്ട് ക്യാമറ പിടിച്ച എക്സാം അടക്കം ക്യാൻസലാവും. അപ്പോഴും മകൾ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ഉൾപ്പെട്ടിട്ടേ കയറത്തുള്ളൂ, കാരണം ഈ മകളുടെ മെറിറ്റ് 0 ആണെന്ന് ഈ മകൾക്കറിയാം. അങ്ങനെയാണ് ആ മകൾക്ക് ഗേറ്റിന് എക്സാമിന് 200 above 251 റാങ്ക് ഈ മകൾക്ക് കിട്ടുന്നത്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം പ്രഭാഷകൻ്റെ തിരുവചനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉടമ്പടി എടുത്ത എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വചനമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത് എന്നുള്ള പ്രഭാഷകൻ്റെ 33-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി, എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. അവസാനമായിട്ട് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിക്കുന്ന ഒരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-14 തിരുവചനം. അവിടെ ലിദിയായ്ക്ക് സംഭവിക്കുന്ന വലിയ മാനസാന്തരത്തെ പറ്റിയാണ് സുവിശേഷകനായ ലൂക്ക രേഖപ്പെടുത്തി വയ്ക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-14. അവിടെ ലൂക്ക സുവിശേഷകൻ എഴുതി വയ്ക്കുന്ന ഒരു കാര്യം പ്രകാരമാണ്, പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അത് ശ്രവിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ ദൈവം ഒരുക്കിയെന്ന്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അതെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മിറക്കിൾ സംഭവിക്കുന്നതിന് മുമ്പ് ഈ വചനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയം തുറക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്. ഈ ഏഞ്ചൽ താരയുടെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ജീവിതത്തിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സ്വരത്തോട് കാതോർത്തുകൊണ്ട് വചനം സ്വീകരിക്കുവാൻ ഈ മകൾക്ക് ദൈവം വലിയ ഒരു അഭിഷേകം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മകൾക്ക് സാക്ഷ്യപീഠത്തിലേക്ക് ഉയരാൻ സാധിച്ചത്. ഈ മരിയനുടമ്പടി എടുത്തിരിക്കുന്ന നമ്മളും ഇതേപോലെ ഈ പകച്ചു നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നമ്മൾ പഠിക്കണം. അതെ, സാമുവേലിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അല്ലേ, വാഗ്ദാന പേടകത്തിനരികിൽ ഈ ഹേലിയുടെ കൂടെ ഇങ്ങനെ താമസിക്കുമ്പോൾ 2 പ്രാവശ്യവും ദൈവമായ കർത്താവ് ഈ സാമുവേലിനെ വിളിക്കുമ്പോൾ സാമുവേലിന് അത് ശ്രവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് തിരുവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായത് അതുവരെ കർത്താവിൻ്റെ സ്വരം അവന് വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല എന്ന്. 1 സാമുവേൽ 3:7. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല, കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. അതെ, നമ്മൾ ലിദിയയുടെ കാര്യം കേട്ടത് ഇപ്രകാരമാണ്. ആ വചനം സ്വീകരിക്കുവാൻ അവളുടെ ഹൃദയം ദൈവം തുറന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ വചനം ശ്രവിക്കുമ്പോഴുള്ള ഈ ഒരു ശ്രവണാഭിഷേകം. അതെ, കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ഒരു സന്ദേശം തരുമ്പോൾ അത് സ്വീകരിക്കുവാൻ നമ്മുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യപ്പെടണം. അതായത് എങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 3ാമതും ഈ സാമുവേലിനെ വിളിക്കുമ്പോഴാണ് ഏലി പറയുന്നത്, ഇനി വിളിച്ചാൽ അത് കർത്താവാണ്, ഇതാ ഞാൻ ശ്രവിച്ചാലും എന്ന് പറയണോ. അങ്ങനെയാണ് ആ സന്ദേശം ഈ സാമുവേൽ സ്വീകരിക്കുന്നത്. അതെ, മരിയനുടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ സ്വാംശീകരിക്കേണ്ട വലിയൊരു ആത്മാവിൻ്റെ കൃപയാണിത്. അതെ, വചനം ശ്രവിക്കുന്ന മാത്രമല്ല, ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ. അപ്പോഴാണ് മാനസാന്തരത്തിൻ്റെ വലിയ ഫലങ്ങളുണ്ടാകുന്നത്. നമ്മളൊക്കെ എളിമപ്പെടുത്താനായിട്ട് കർത്താവ് ഒരുപാട് അവസരങ്ങളൊക്കെ ഒരുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് വൻ പദ്ധതികളാണ് നിങ്ങളെ പറ്റി ദൈവം സ്വപ്നം കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെറിയ തകർച്ച. ഈ മകളുടെ സാക്ഷ്യം ആരംഭിക്കുന്ന പ്രകാരമാണ്. അതെ, MSc കെമിസ്ട്രിയിൽ തീസിസ് സബ്മിഷനുമായിട്ട് അതിൻ്റെ പേപ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ഒരുപാട് സ്ട്രഗിൾസ് ഈ മകൾ നേരിടുന്ന സമയത്താണ് ഈ മകൾ ഓടിപ്പോയി കുമ്പസാരക്കൂടിൽ അണയുന്നതും ഒരു ദൈവിക സന്ദേശത്തിനായി കാതോർത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കുന്നു. അപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. എന്താണ് സംസാരിക്കുന്നത്? നീ ഉടമ്പടിയിലേക്ക് വരാൻ. പിന്നീട് ഈ മകളോട് ദൈവപിതാവ് പറയും, അതെ, നീ ഗേറ്റ് നെറ്റ് എക്സാംസ് എഴുതണം. ഈ പറയുന്നത് പോലെ തന്നെയാണ് ഈ മകൾ ഓരോ സന്ദർഭത്തിലും മൂവ് ചെയ്യുന്നത്. അതെ, കർത്താവിൻ്റെ സ്വരം അത്
കേൾക്കുമ്പോൾ അത് വെളിപ്പെട്ട് കിട്ടാൻ, വചനം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, സ്വാംശീകരിക്കുവാൻ നമുക്ക് വലിയ അഭിഷേകം ചോദിച്ചു വാങ്ങണം. അതല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ ധ്യാനങ്ങളും ഇങ്ങനെ നമ്മൾ പറയില്ലേ, കേൾക്കപ്പെടാത്തൊരു വാക്കില്ല എന്ന് പറയും പോലെ അവരുടെ സ്വരം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തും. പക്ഷേ കേൾക്കുന്ന നമ്മളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും വലുത് എന്ന് പറയുന്നത് വചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കണം. കർത്താവിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മുടെ ആന്തരിക കർണപുടങ്ങളെ ദൈവം അഭിഷേകം ചെയ്യണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഏഞ്ചൽ താരയുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കരിയർ തകർന്നിരിക്കുന്ന മക്കള്, ഒപ്പം തന്നെ കരിയറിൽ ഒരു മുന്നോട്ടുള്ള വഴി എന്ത് എന്ന് പകച്ചു നിൽക്കുന്ന മക്കള് ചെയ്യേണ്ട ഒരു കാര്യം ഏഞ്ചൽ താരയുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് പഠിപ്പിക്കുകയായിരുന്നു. അതെ, ഉടമ്പടി വെറുതെ എടുക്കാതെ ഞാൻ സാക്ഷ്യം പറയും എന്നുള്ള തീരുമാനത്തോടു കൂടിയിട്ട് നിയോഗങ്ങളെ, വിഷയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവവേലയിൽ നമ്മൾ മുഴുകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വച്ചിരിക്കുന്ന വിഷയങ്ങൾ, നിയോഗങ്ങൾ ദൈവത്തിൻ്റെയും കൂടി വിഷയങ്ങളായി ദൈവം തന്നെ അത് ഏറ്റെടുക്കും. അതെ, ഏഞ്ചൽ താര ചോക്ക് പിടിച്ചപ്പോൾ ആ മകളുടെ കൈ പിടിച്ചാണ് പരിശുദ്ധാത്മാവ് ആ മകളെ നയിച്ച് ആ ഡയഗ്രാംസ് ഒക്കെ ബോർഡിൽ വരപ്പിച്ച് ഉന്നത വിജയം നൽകിയത്. അതേ പരിശുദ്ധാത്മാവ് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ആ ഒരു മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും എന്ന പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയിൽ തിളങ്ങി വിളങ്ങിയ അതേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം മുന്നേറുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദമ്പതികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു നിൽക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഒരു കാരണവുമില്ലാതെ തൻ്റേതായ സ്വാർത്ഥ മോഹങ്ങളിൽ മുഴുകി വീടുകളിലൊക്കെ ആയിരുന്ന് പിരിഞ്ഞു നിൽക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരിയർ ഇനി എന്ത്, സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഒരു ഉപദേശമൊന്നും കിട്ടാതെ തകർന്നിരിക്കുന്ന മക്കളെ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിലൂടെ പരിശുദ്ധ അമ്മ ആ മക്കൾക്ക് വഴികാട്ടിയായി സമുദ്രതാരകമായ നീ തന്നെ ആ മക്കൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോഷ്വായുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് ഞങ്ങൾ പോകാത്തതിനാൽ പോകേണ്ട വഴി വാഗ്ദാന പേടകമായ ദൈവമാതാവേ നീ തന്നെ അവർക്ക് വഴി തെളിച്ചു കൊടുക്കണമേ, കാണിച്ചു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.